ഹലോ ഗൈസ്, ഇന്നാണെങ്കിലേ അച്ഛൻ വരുമ്പം ബീഫായിട്ടാണ് കേട്ടോ വന്നത്. ബീഫ് കണ്ടപാടെ ഞാൻ കുറച്ചധികം തന്നെ ചെറിയുള്ളി എടുത്ത് അത് നന്നാക്കാൻ തുടങ്ങി. കാരണം ബീഫിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അത് ചെറിയുള്ളി തന്നെയാണ്. ബീഫ് മേടിക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ആ കാരണമാണ് ഇവിടെ ഇരുന്ന് ഈ ചെറിയുള്ളി നന്നാക്കുന്നത്. ചെന്നൈയിൽ നിന്ന് നമ്മുടെ ചിന്നു ലാൻഡ് ചെയ്തിട്ടുണ്ട്. പുറത്താണെങ്കിൽ ഭയങ്കര മഴയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കട്ടൻ കുടിച്ചാൽ നന്നാവുമെന്ന് വിചാരിച്ച് ഞാൻ പോയി ഒരു കട്ടനൊക്കെ ഉണ്ടാക്കി. കട്ടൻ കുടിച്ചോണ്ട് തന്നെ ആ ബീഫ് കയ്യോടെ അങ്ങ് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ആ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കുന്ന സമയം കൊണ്ട് അച്ഛനാണെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു ഗ്ലാസ് കൊണ്ടു തന്ന്. അങ്ങനെ ആ കട്ടൻ ചായക്ക് പുറത്തായിട്ട് ആ ജ്യൂസ് ഞാൻ മടമടയെന്ന് കുടിച്ചു കേട്ടോ. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ബീഫ് കുക്കറിലാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയൊക്കെ മതി. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം തിരുമ്മി കുഴച്ചെടുക്കാം. തിരുമ്മി കുഴച്ചെടുത്ത ബീഫ് കുക്കറിലാക്കിയതിന് ശേഷം ഞാനൊരു കഷ്ണം പട്ട കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു മണത്തിന് വേണ്ടിയിട്ട്. വീട്ടിലെ കുക്കറിനെ പറ്റിയിട്ട് വലിയൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് വെള്ളം എത്ര വേണം എന്നുള്ളത് ഒരു വിഷയം തന്നെയായിരുന്നു. അതുകൊണ്ട് ആവശ്യത്തിലേറെ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുക്കർ അടച്ച അടുപ്പത്ത് കയറ്റിയത്. ബീഫ് വേവുന്ന സമയം കൊണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ നമുക്ക് വേറെ അടുപ്പത്ത് വഴറ്റാം. അച്ഛമ്മയാണെങ്കിൽ കുളിച്ച് കുറിയൊക്കെ തൊട്ട് ഇവിടെ കുലായിലിരിപ്പുണ്ട് കേട്ടോ. ഉള്ളി തക്കാളി എല്ലാം നല്ലോണം വഴണ്ടി വന്നതിന് ശേഷം നമ്മുടെ വെന്ത ബീഫ് ആ വെള്ളത്തോട് കൂടിയിട്ട് ഇതിലേക്ക് അങ്ങ് തട്ടിക്കൊടുക്കാം. ഉപ്പിൻ്റെ ഒന്നും ആവശ്യം പിന്നെ വന്നിട്ടില്ല. എല്ലാം കൃത്യമായിരുന്നു. ഇതിലേക്ക് ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ വീഡിയോ എടുക്കാൻ വിട്ടുപോയിരിക്കണു. അവസാനം കുറച്ചധികം തന്നെ കറിവേപ്പിലയും നെയ്യിലല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത തേങ്ങാ കൊത്തുകൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, കിഡിലനായിരുന്നു. ടാറ്റാ.